ടെക്സാസിലെ ഗ്രേപ്പ് വൈനിൽ ഒരു ചിക്കൻ സെൻ്റർ ഉണ്ട്. അവിടെ ജോലി ചെയ്തൊരു പയ്യനുണ്ടായിരുന്നു. ഏകദേശം 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ. ആ പയ്യന് ഒരു ദിവസം ഒരു മോഹം ഉണ്ടായി. അതായത് മ്യൂസീഷ്യൻ ആവണമെന്നായിരുന്നു അവൻ്റെ മോഹം. മ്യൂസിക് അവന് വളരെ അധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് മ്യൂസീഷ്യൻ ആകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അവൻ തൻ്റെ 14-ാമത്തെ വയസ്സിനാണ് ഈ ഗിറ്റാർ പഠിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഗിറ്റാർ പഠിച്ച് അവനൊരു ദിവസം ഓഡീഷന് ഒരു ക്ഷണം കിട്ടുകയാണ്. ആ ഓഡീഷന് ചെല്ലുമ്പോൾ അവൻ്റെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒരു വലിയ മ്യൂസീഷ്യൻ ആകാനുള്ള ആദ്യ സ്റ്റെപ്പായിരുന്നു അവൻ്റെ ആ ഓഡീഷൻ. പക്ഷേ ഓഡീഷൻ എത്തിയതിന് ശേഷം സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പൊലിഞ്ഞുപോയി. കാരണം അവൻ ഗിറ്റാർ എടുത്ത് അതിൻ്റെ സ്ട്രിങ് പെട്ടെന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് ഒരു ലാരി ചിരിക്കുകയും അവനെ പരിഹസിക്കുകയും ചെയ്തു. അങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെയാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ലോകം കണ്ട മികച്ച മ്യൂസീഷ്യന്മാരിൽ ഒരാളായി ആ കുട്ടി മാറുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓസ്റ്റിൻ റിച്ചാർഡ് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ പുള്ളിയുടെ ഇപ്പോഴത്തെ പേര് എന്ന് പറയണം. ഇപ്പോൾ പുള്ളി അറിയപ്പെടുന്നത് പോസ്റ്റ് മലോൺ എന്നാണ്. ആ പുള്ളിക്കാരൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കുട്ടപ്പായ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ കുട്ടപ്പായ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാറാക്കി തരിക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് കൂമ്പാറാകുമ്പോൾ കുട്ടപ്പാടി ഈ പരിപാടി ഗംഭീരവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും പോസ്റ്റ് മലോണിൻ്റെ ഈ ലൈഫ് സ്റ്റോറി കണ്ടിട്ട് വരാം. 1995 ജൂലൈ 4-നാണ് ന്യൂയോർക്കിലെ സിറാക്യൂസിലെ ഓസ്റ്റിൻ റിച്ചാർഡ് പോസ്റ്റ് എന്ന പേരിൽ പോസ്റ്റ് മലോൺ ജനിക്കുന്നത്. അവൻ്റെ അച്ഛൻ്റെ പേര് റിച്ച് പോസ്റ്റ് എന്നും സ്റ്റെപ്പ് മദറിൻ്റെ പേര് ജോഡി എന്നുമായിരുന്നു. അവൻ്റെ അച്ഛൻ അയാളുടെ ചെറുപ്പകാലത്ത് ഒരു DJ ആയിരുന്നു. അവൻ്റെ അച്ഛനാണ് അവനെ മ്യൂസിക്കിൻ്റെ വിവിധ തലങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പോസ്റ്റ് മലോണിൻ്റെ 9-ാം വയസ്സിലാണ് അവൻ്റെ ഫാമിലി ടെക്സാസിലെ ഗ്രേപ്പ് വൈനിലേക്ക് താമസം മാറുന്നത്. ആ സമയത്താണ് അവൻ്റെ അച്ഛൻ ഡല്ലാസ് കൗബോയ്സ് എന്ന അമേരിക്കൻ ഫുട്ബോൾ ടീമിൻ്റെ കൺസെഷൻ മാനേജർ ആവുന്നത്. ഗ്രേപ്പ് വൈനിൽ താമസിക്കുന്ന സമയത്താണ് മെലോൺ ഗിറ്റാർ പ്ലേ ചെയ്യാൻ പഠിക്കുന്നത്. അങ്ങനെ അവൻ ഗിറ്റാറിൽ കുറച്ച് അഗ്രഗണ്യനായ സമയത്താണ് അമേരിക്കൻ ബാൻഡായ ക്രൗൺ ദ എംപയറിൻ്റെ ഒരു ഓഡീഷനിൽ അവന് പങ്കെടുക്കാനൊരു അവസരം ലഭിക്കുന്നത്. പക്ഷേ അവൻ്റെ ജീവിതത്തിലെ ഒരു ദുരന്തമായി അത് മാറി. ഓഡീഷൻ്റെ ഇടയിൽ അവൻ്റെ ഗിറ്റാറിൻ്റെ സ്ട്രിങ് ഒടിയുകയും മറ്റുള്ളവരുടെ മുന്നിൽ അവനൊരു പരിഹാസ കഥാപാത്രമായി മാറുകയും ചെയ്തു. അവൻ്റെ ഗിറ്റാർ പഠിക്കാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഗിറ്റാർ ഹീറോ എന്ന വീഡിയോ ഗെയിമിൽ നിന്നായിരുന്നു. അച്ഛനിൽ നിന്നും അറിഞ്ഞ മ്യൂസിക്കിൽ അവന് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് റോക്ക് മ്യൂസിക്കിനോടായിരുന്നു. 2017 ജൂണിൽ ലോസ് ആഞ്ചലസിൽ ഇമോനെറ്റ് എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. അത് അറേഞ്ച് ചെയ്തത് മൈ കെമിക്കൽ റൊമാൻസ് എന്ന ബാൻഡായിരുന്നു. അവിടെ വെച്ച് ആദ്യമായാണ് അവൻ DJ ആവുന്നത്. പോസ്റ്റ് മലോൺ എന്ന പേര് അവൻ്റെ സ്റ്റേജ് നെയിമായി അവൻ തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ 14-ാമത്തെ വയസ്സിലാണ്. പോസ്റ്റ് മലോൺ എന്ന ഈ ഒരു പേരിൻ്റെ കാരണം കാൽ മലോൺ എന്ന ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണെന്ന് പിന്നീട് റൂമറുകൾ ഉണ്ടാകുകയുണ്ടായി. ആ റൂമറുകൾക്കിടയിലാണ് മലോൺ തന്നെ വന്ന് പറഞ്ഞത് പോസ്റ്റ് എന്നത് അവൻ്റെ ലാസ്റ്റ് നെയിമും മലോൺ എന്നത് ഒരു റാപ്പ് ടച്ച് കിട്ടാൻ വേണ്ടി അവൻ യൂസ് ചെയ്തതുമാണെന്നാണ് അവൻ പറഞ്ഞത്. ഔഡാസിറ്റി എന്ന ഓഡിയോ എഡിറ്റർ ഉപയോഗിച്ചാണ് അവൻ ആദ്യം ഒരു മിക്സ് ടേപ്പ് ചെയ്യുന്നത്. യങ് ആൻഡ് ആഫ്റ്റർ ദം റിച്ചസ് എന്നായിരുന്നു അതിൻ്റെ പേര്. ആ ഒരു മിക്സ് ടേപ്പ് അവൻ പഠിച്ചിരുന്ന ഗ്രേപ്പ് വൈൻ ഹൈസ്കൂളിലെ സഹപാഠികളെ കാണിക്കുകയുണ്ടായി. തൻ്റെ കൂട്ടുകാരിൽ നിന്ന് മികച്ച അഭിപ്രായമാണ് അവൻ്റെ ആ മിക്സ് ടേപ്പിന് ലഭിച്ചത്. അങ്ങനെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ചിക്കൻ എക്സ്പ്രസ് എന്നൊരു കമ്പനിയിൽ അവൻ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ചിക്കൻ ഡെലിവറി ബോയ് ആയിരുന്നു പോസ്റ്റ് മലോൺ. ഹൈസ്കൂൾ പഠനത്തിന് ശേഷമാണ് അവൻ ടാറൻറ്റ് കൺട്രി കോളേജിലേക്ക് പോകുന്നത്. പക്ഷേ അധികകാലം അവൻ കോളേജിൽ പഠിച്ചില്ല. പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ ലോസ് ആഞ്ചലസിലേക്ക് ഇറങ്ങി തിരിച്ചു. ലോസ് ആഞ്ചലസിൽ കുറേ നാളായിട്ട് അവന് പരിചയമുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാളുടെ പേര് ജെയ്സൺ പ്രോപ്സ്റ്റ് എന്നായിരുന്നു. അയാളൊരു പ്രൊഫഷണൽ ഗെയിം സ്ട്രീമർ ആയിരുന്നു. ലോസ് ആഞ്ചലസിൽ എത്തിയതിന് ശേഷം മലോണും പ്രോപ്സ്റ്റും പിന്നെ കുറച്ച് പ്രൊഡ്യൂസേഴ്സും ആർട്ടിസ്റ്റും ചേർന്ന് ബ്ലാക്ക് വാർഡ് എന്നൊരു ഗ്രൂപ്പ് ആരംഭിക്കുന്നു. ആ ഗ്രൂപ്പിൻ്റെ കീഴിലാണ് അവൻ ആദ്യമായിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആൽബം ചെയ്യുന്നത്. വൈറ്റ് ഇവേഴ്സൽ എന്നായിരുന്നു ആ ആൽബത്തിന് അവൻ പേരിട്ടത്. ആ പാട്ടിൻ്റെ വരികൾ എഴുതി 2 ദിവസത്തിനുള്ളിൽ തന്നെ അവൻ ആ ആൽബം റെക്കോർഡിങ് തീർത്തു. 2015 ഫെബ്രുവരിയിൽ അവൻ്റെ സൗണ്ട് ക്ലൗഡ് അക്കൗണ്ടിൽ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. 2015 ജൂലൈ 19 വൈറ്റ് ഇവേഴ്സൺ എന്ന ആ സോങ്ങിന് അവനൊരു വീഡിയോ കൂടി പുറത്തിറക്കി.
ആ ഒരു വീഡിയോ സോങ് അവൻ വിചാരിച്ചതിലും വേഗതയിൽ തരംഗം സൃഷ്ടിച്ചു. മുൻനിര റാപ്പർമാരായ മാക് മില്ലറും വിസ് ഖലീഫയും വരെ അവൻ്റെ ആ പാട്ടിനെ പ്രശംസിച്ചു കൊണ്ടുവന്നു. ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു പാട്ട് 1 മില്യൺ എന്ന മൈൽ സ്റ്റോൺ കടന്നു. അതവൻ്റെ കരിയറിൽ തന്നെ വലിയൊരു മാറ്റമാണ് സൃഷ്ടിച്ചത്. അവൻ്റെ ഫാൻ ബേസ് ഉയരാനോ ഏക കാരണമായത് വൈറ്റ് വേഴ്സൺ എന്നൊരു ആൽബമായിരുന്നു. അതിനുശേഷം ഒരിക്കലും മലോണിന് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആ ഒരു ആൽബത്തിൻ്റെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചതോടെ വലിയ വലിയ പ്രൊഡ്യൂസിങ് കമ്പനികൾ അവനെ തേടിയെത്താൻ തുടങ്ങി. റിപ്പബ്ലിക് റെക്കോർഡ് എന്ന കമ്പനി അവനുമായി പുതിയ കോൺട്രാക്റ്റ് വരെ സൈൻ ചെയ്തു. അന്നത്തെ കാലത്ത് തൊട്ടതെല്ലാം പൊന്നാക്കിയിരുന്ന 50 സെൻറ്റും യങ് തഗും എന്നിവരുമൊക്കെയായി ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യവും അവന് ലഭിച്ചു. പോസ്റ്റ് മലോണിൻ്റെ വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്നുള്ളൊരു വളർച്ചയായിരുന്നു. അധികം സ്ട്രഗിളൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ കൂടുതലും അയാളുടെ ലൈഫ് സ്റ്റോറിയിലുള്ളത് ഇനി അങ്ങോട്ടുള്ളത് കൂടുതൽ ആൽബങ്ങളുടെയും അതിന് ബില്ലബോർഡ് റെക്കോർഡ്സിൻ്റെയും മാത്രമല്ല കുറേ കിട്ടിയ അവാർഡുകളുടെയാണ്. ഗ്രാമി അവാർഡ്സിൻ്റെ 4 നോമിനേഷൻ ലിസ്റ്റിൽ വരികയുണ്ടായി. അത് കഴിഞ്ഞ ശേഷം കുറേ ആൽബങ്ങൾ പുറത്തിറക്കുകയുണ്ടായി. ഈവൻ COVID-19 പാൻഡമിക്കിൻ്റെ ഇടയിൽ പോലും മോസ്റ്റ് സെൽ ചെയ്ത സോങ്സിൻ്റെ അവകാശം വരെ ഇപ്പോഴും നമ്മുടെ സ്വന്തം പോസ്റ്റ് മലോണിൻ്റെ പേരിലാണ്. അത്രത്തോളം ഓളമാണ് ആ ചെറുക്കൻ, അതായത് അന്ന് ഗിറ്റാർ പൊട്ടിപ്പോയതിൻ്റെ പേരിൽ കരഞ്ഞ് ചെറുക്കൻ ഉണ്ടാക്കിയത്. തുടർന്നങ്ങോട്ടുള്ള ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് അധികം കാര്യങ്ങളൊന്നുമില്ല. പോസ്റ്റ് മലോണ് നേടിയ അവാർഡുകളും പിന്നെ ഇറങ്ങിയ ആൽബംസ് ബിൽബോർഡ്സിലുണ്ടാക്കിയ റെക്കോർഡ്സും മാത്രമാണ്. അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. പിന്നെ ഈ ഒരു ലൈഫ് സ്റ്റോറി, ഈ ഒരു മനുഷ്യൻ്റെ ലൈഫ് സ്റ്റോറി തോറ്റുപോയവനിൽ നിന്നും വിജയിച്ചെത്തിയൊരു വഴിയിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് നീ കാണുന്നവരോട് പറയാനുള്ളത്, ജീവിതം എന്ന് പറയുന്നത് തളരാത്ത പോരാളികൾക്കുള്ളതാണ്. അത് തന്നെയാണ് പോസ്റ്റ് മലോണിൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റോറി നമുക്ക് മുമ്പിലെടുത്ത് കാണിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ തോറ്റുപോയേക്കാം, പക്ഷേ തളരാതിരിക്കുക, തളരാതെ പോരാടുക. ഒരു ദിവസം വിജയം നമ്മളെ തേടി വരും. അത് ഇന്ന് നമ്മളെ പുച്ഛിക്കുന്നവർ നാളെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പോൾ തളരാതെ പോരാടുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കുട്ടപ്പ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു ഇൻസ്പിറേഷനായി അത് മാറും. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് മീ കുട്ടപ്പായി സൈനിങ് ഔട്ട്.